മൈക്കിൾ ജാക്സന്റെ കടുത്ത ആരാധികയും നർത്തകിയുമായ ടെസി പ്രസവിച്ച ഈ കുഞ്ഞിനെ അവൾ മൈക്കിൾ എന്ന് പേരിട്ടു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ടെസിയുടെ ഭർത്താവിൻ്റെ പേര് ജാക്സൺ എന്നായതുകൊണ്ട് അവൻ മൈക്കിൾ ജാക്സനായി. മൈക്കിൾ ജാക്സന്റെ ചടുല താളം അവനിൽ കണ്ടതോടെ അവൻ ഒരു കൊച്ചു മൈക്കിൾ ജാക്സനായി. നല്ല ഡാൻസ് ആയിരുന്നല്ലോ. ഇയാളുടെ പേരെന്താ? സോണിയ. എന്താ കുട്ടിയുടെ പേര്? മൈക്കിൾ. മൈക്കിൾ ജാക്സൺ. One, two, three. 1, 2, 1, 2, 3. തള്ളയുടെയും പിള്ളയുടെയും ഒരു ഡാൻസ് പ്രേമം. ഇന്നത്തെ തുള്ളല് കഴിഞ്ഞ ഷാപ്പിൽ വെച്ച് ബെഞ്ചമിൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. നീ ഇവന് മൈക്കിൾ എന്ന് പേരിട്ടത് മനഃപൂർവ്വമാണല്ലേ? അനാവശ്യം പറയരുത്. ഒരു മൈക്കിൾ ജാക്സൺ എടുത്തോണ്ട് പൊയ്ക്കോടെ എന്റെ മുന്നിൽ നിന്ന്, ഇല്ലെങ്കിൽ ചവിട്ടി അരയ്ക്കും ഞാൻ. കൊച്ചു കുഞ്ഞല്ലേ, നിങ്ങളൊരു പപ്പയല്ലേ? പപ്പ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പള്ളിക്കൂടത്തിൽ പോയി മര്യാദയ്ക്ക് പഠിച്ചോളാം, ഇല്ലെങ്കിൽ ഡാൻസ് പാട്ടെന്ന് പറഞ്ഞാലോട്ടല്ല ചന്തിയിൽ ചട്ടു പഠിപ്പിച്ച് വയ്ക്കും ഞാൻ. വാ. മോനിവിടെ ഇരുന്നേ. എന്റെ പൊന്നുമോൻ ഇന്നലെ പപ്പ വഴക്ക് പറഞ്ഞപ്പോ പേടിച്ചു പോയോ? പപ്പയ്ക്ക് മോന്റെ ഡാൻസ് കാണുന്ന ഇഷ്ടമില്ലെങ്കിലും മമ്മയ്ക്ക് മോന്റെ ഡാൻസ് കാണാൻ വലിയ ഇഷ്ടം. പപ്പ പോയി. മോനൊന്ന് ഡാൻസ് ചെയ്തേ, മമ്മി ഒന്ന് കാണട്ടെ. ചെല്ലു കൂട്ടാ. പിതാവായ ജാക്സന്റെ നിയന്ത്രണ രേഖ മറികടന്ന് മൈക്കിൾ ഡാൻസിന്റെ മായാലോകത്ത് മതിമറന്ന് തിമിർക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. എന്റെ പൊന്നും കളിച്ചു. മതി പപ്പ. എന്താ മൈക്കിൾ ജാക്സ ഒരു ആലോചന? പുതിയ ഡാൻസിനെ കുറിച്ചായിരിക്കും ഇല്ലയോ? മൈക്കിൾ ജാക്സൺ അല്ലയോ? എന്താ നോക്കി പേടിപ്പിക്കുന്ന? ഒരാവശ്യമില്ലായിരുന്നു. എടാ മൈക്കിളേ, എടാ മൈക്കിൾ ജാക്സ,
എടാ നിനക്ക് ആടാനും ഡാൻസ് ചെയ്യാനും ഒക്കെ അറിയാവോടാ? എന്താ ഒന്നും മിണ്ടാത്തെ? ആടാനും പാടാനും അറിയാത്ത നിനക്കാരാടാ മൈക്കിൾ ജാക്സൺ എന്ന് പേരിട്ടത്? കഷ്ടം. ആ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. നല്ല അനുസരണയുള്ള കുട്ടികള്. ഞാനാണ് ഇനി മുതൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ. നാളെ DO വരുന്നുണ്ട്. DO എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമല്ലോ. ഓ ഞങ്ങൾക്കറിയാം സർ. ഒരു മിന്നൽ പരിശോധനയ്ക്കാണ് അദ്ദേഹം വരുന്നത്. സാറേ മിന്നൽ മാത്രമേ ഉള്ളോ അതോ ഇടിയും ഉണ്ടാവോ? ആഹാ, നിനക്കൊക്കെ ഒരു ഇടിയുടെ കുറവ് ഞാൻ കാണുന്നുണ്ട്. Silent. ശൈലം വന്നില്ല സർ. You stand up. എന്താണ് നീ പറഞ്ഞത്? ശൈലം വന്നില്ല സർ. അവന്റെ അമ്മ ആശുപത്രി കൊണ്ടുപോയിരിക്കുക. നിന്നോട് ചോദിച്ചോ? എന്നോട് എന്തിനാ ചോദിക്കുന്നത് സർ? അവന്റെ അമ്മയല്ലേ അവൻ ആശുപത്രി കൊണ്ടുപോയത്. ഓ, നീ അതിസാമർത്ഥ്യക്കാരനാണല്ലേ? ഓ, എന്താടാ നിന്റെ പേര്? പേര് പറയടാ. തർക്കുത്തരം പറയുന്നോടാ. ഇന്ന് ഞാൻ സാറേ അത് തന്നെയാ അവന്റെ പേര്. വെരി ഗുഡ്. അപ്പൊ നിനക്ക് പാടാൻ അറിയാവോ? ഇല്ല സർ. വെരി ബാഡ്. ഡാൻസോ? എടാ ചോദിച്ച കേട്ടില്ലേടാ? ഡാൻസ് ചെയ്യാൻ അറിയാവോന്ന്? ഇല്ല സർ. പിന്നെ എന്തോന്ന് മണക്കോസ് ജാക്സൺ ആടാ? അയ്യടാ. എടാ നീ എന്തിനാടാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഞാനെന്താ തുള്ളിച്ചാടണോ? ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ഹായ്, ഗുഡ് ഐഡിയ. സോണിയ നീ മിടുക്കിയാണല്ലേ. എന്നെ ഡാൻസ് പഠിപ്പിക്കണം. നാളെ തന്നെ ഏർപ്പാടാക്കണം. ഒരാഴ്ച കഴിഞ്ഞിട്ട് ശരിയാക്കാം. നാളെ തന്നെ ഏർപ്പാടാക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ. ശരി, നാളെ തന്നെ ഏർപ്പാടാക്കാം. ഹായ് ഉമ്മ. ഓടിവരവായി ഹലോ, കോളേജ് എത്തി. ഹലോ, പോപ്പ് സ്റ്റാർ മൈക്കിൾ ജാക്സൺ. നീ എന്താ വിളിച്ചേ? പോപ്പ് സ്റ്റാർ മൈക്കിൾ ജാക്സൺ എന്ന്. എന്താടാ നീ വിളിച്ചേ? എന്താണ് നീ മൈക്കിൾ ജാക്സൺ അല്ലേ? ആണേ. നീ മൈക്കിളെന്നല്ലേ എപ്പോഴും വിളിക്കുന്നത്? ഇപ്പോഴെന്താ ഒരു പോപ്പ് സ്റ്റാർ? ചുമ്മാ. ലോകപ്രശസ്തനായ മൈക്കിൾ ജാക്സന്റെ അത്രയില്ലെങ്കിലും നീ ഇന്ന് കേരളത്തിന്റെ പ്രശസ്തനായ മൈക്കിൾ ജാക്സൺ അല്ലേ? അയ്യോ എനിക്ക് വയ്യ. ഈ കോളേജിലെ പല പെമ്പിള്ളേരും നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും കൊതിച്ച് നടക്കല്ലേ എന്റെ മച്ചു. നടക്കും. ഇങ്ങ് വരട്ടെ, അവളുമാരുടെ കാല് ഞാൻ തല്ലി ഓടിക്കും. ഓ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. രാവിലെ തന്നെ ഒരു ആലിംഗനവും ചുംബനവും ഒക്കെ കിട്ടിയായിരുന്നു. അതാരടെ? നമ്മുടെ പ്രിൻസിപ്പൽ അച്ഛന്റെ. അച്ഛനിപ്പോ ഇവനോട് ഭയങ്കര സ്നേഹ. കോളേജ് ഇനാഗുറേഷന് ഇവന്റെ പ്രോഗ്രാം തന്നെ വേണമെന്ന് പറഞ്ഞതേ പ്രിൻസിപ്പൽ അച്ഛനാ. ആണോ? അടെ നമ്മളെ ഡാൻസ് ആടാ ചെയ്യാൻ പോകുന്നേ. ഏത് ഡാൻസാ ചെയ്യുന്നൊക്കെ ഞാൻ ഫിക്സ് ചെയ്തോളാം. അതോർത്ത് മക്കളാരും ടെൻഷൻ അടിക്കണ്ട. ഏതായാലും ഈ ഇനോഗ്രേഷനെ നീ തകർക്കണം. ഇവൻ തകർക്കുമ്പോ തകരുന്ന ഒരുത്തനുണ്ട് ഇവിടെ.